എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെ കേരളം ഭരണ സംവിധാനത്തിലെ ടോപ്പിക്കാണ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ സംസ്ഥാന സിവിൽ സർവീസ് കംപ്ലീറ്റ് ആയി, ഭരണഘടനാ സ്ഥാപനങ്ങൾ കഴിഞ്ഞു, വിവിധ കമ്മീഷനുകൾ കഴിഞ്ഞു. ആ വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് ക്രോഡീകരിച്ച് വേറൊരു ക്ലാസ് തന്നു. ദുരന്ത നിവാരണ അതോറിറ്റി കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ എടുക്കുന്നത് തണ്ണീർത്തട സംരക്ഷണമാണ്. തണ്ണീർത്തട സംരക്ഷണം ഇനി ഒരു 4 ക്ലാസ് കൂടി എന്തായി ഈ നമ്മൾക്ക് 5 മാർക്ക് ഇവിടെ ഈ ടോപ്പിക്ക് നമുക്ക് ഉറപ്പിക്കാം. ക്ലാസ് എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും കുറച്ച് ദുരന്ത നിവാരണ അതോറിറ്റി എടുത്ത് അതങ്ങനെ പോയി അങ്ങനെയല്ല. അതിന്റെ A to Z പറഞ്ഞ് വ്യക്തമായി പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും പോകുന്നത്. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക. ഒരു ഡെയിലി ഒരു ടോപ്പിക്കെങ്കിലും വെച്ചിട്ട് ഒരു ടോപ്പിക്ക് വെച്ച് ചെയ്താൽ മതി. ആ പഠിക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. 7 ദിവസം ആകുമ്പോഴേക്കും ഒരാഴ്ചയിൽ 6 ദിവസം ആകുമ്പോഴേക്കും 6 ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒരു 6 ടോപ്പിക്ക് പറയുമ്പോൾ ഇതിൽ തന്നെ ഒരു 6 ടോപ്പിക്ക് എടുത്ത് നമുക്ക് 5 മാർക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ ആയാൽ തന്നെ നല്ല ബെനിഫിറ്റ് അല്ലേ അത്. അപ്പം പക്ഷെ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. ടോപ്പിക്ക് തീർത്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നല്ല രീതിയിൽ റിവിഷൻ വേണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം. മാത്സിന് ഇംഗ്ലീഷ് മലയാളത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിരിക്കുകയും വേണം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് തണ്ണീർത്തട സംരക്ഷണമാണ്. നമുക്കിനി ഏതൊക്കെയാണ് ഇതിൽ ഈ തൊഴിൽ, ജോലി, ഗ്രാമീണ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ഇതൊരു ക്ലാസ്സും കൊണ്ടും, ഭൂപരിഷ്കരണങ്ങൾ 2 ക്ലാസ് കൊണ്ട് രണ്ടാമത്തെ ക്ലാസ്, പിന്നെ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതം അത് 3ാമത്തെ ക്ലാസ്സുമായിട്ട്, പിന്നെ സാമൂഹ്യ സാമ്പത്തിക വാണിജ്യ 4. ഓക്കെ, 4 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഭരണ സംവിധാനം എന്ന മോഡ്യൂൾ കംപ്ലീറ്റ് ആക്കാനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ കുറച്ച് ബാക്കിയുണ്ട് അല്ലേ, അത് ചെയ്യാനുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ചൊന്ന് ബാക്കിയുണ്ട്, അതും കംപ്ലീറ്റ് ആക്കാം കേട്ടോ. നമ്മൾ അതുപോലെ ബയോളജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബയോളജി എല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ, അല്ലാണ്ട് ഒരു ടോപ്പിക് എടുത്തു അത് അങ്ങനെ അങ്ങോട്ട് നോട്ടാക്കി പറഞ്ഞു തരാനല്ല, അത് എങ്ങനെ ഒരു എന്താ പറയുക ക്രോഡീകരിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട രീതിയിൽ തന്നിട്ടുണ്ട്. സെല്ല് കോശം ഇട്ടിട്ട് ക്ലാസ്സുകൾ കണ്ടു നോക്കണം. നമുക്ക് ക്ലാസ്സിനെ കുറിച്ച് പഠിക്കാം. ഇന്ന് തണ്ണീർത്തട സംരക്ഷണമാണ് പഠിക്കുന്നത്. ഇന്ന് പഠിക്കേണ്ട വിഷയം ഏതായിരിക്കണം, കേരളം ഭരണ സംവിധാനത്തിലെ തണ്ണീർത്തട സംരക്ഷണം എന്ന ടോപ്പിക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയുന്ന രീതിയിൽ പഠനം മനസ്സിലാക്കി വെക്കണം. ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യണം. അതിന്റെ മാത്സ് ചെയ്ത് നോക്കുക, മാത്സ് ഒഴിവാക്കരുത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, മാത്സ് എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക. ബാക്കിയുള്ള ടൈം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയറിന് കൊടുക്കുക. നാളെ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്ക്ഔട്ട് ചെയ്യണം. നാളെ ഇതായിരിക്കും ടോപ്പിക്ക്, നാളെ ഭൂപരിഷ്കരണങ്ങൾ ടോപ്പിക് എടുത്തരാം കേട്ടോ. ആ ഭൂപരിഷ്കരണങ്ങൾ എടുത്തു കഴിയുമ്പോൾ നാളെ ആ ഭൂപരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം പഠിച്ചിരിക്കണം. വൈകുന്നേരം വീണ്ടും പഠിക്കണം. ഇപ്പൊ പഠിച്ചതിനെ വീണ്ടും വൈകുന്നേരം പഠിക്കണം. ഓക്കെ, ആ രീതിയിലായിരിക്കണം ക്ലാസ്സുകൾ പോകേണ്ടത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് വാട്ടർ ഷെഡ് മാനേജ്മെന്റ് അല്ലേ. എന്താണെന്ന് പറഞ്ഞാൽ നീർത്തടം എന്ന് പറയും അല്ലേ. നീർത്തടം, വാട്ടർ ഷെഡ് മാനേജ്മെന്റ്, അതായത് നീർത്തടം. ഓക്കെ ആണല്ലോ. ജർമ്മൻ ഭാഷയിലെ, ഏത് ഭാഷയാണ്, ലാറ്റിനോ ഗ്രീക്കോ ഒന്നുമല്ല, ഇവിടെ ജർമ്മൻ ഭാഷയിലെ വാസർഷീദ് എന്ന പദത്തിൽ നിന്നാണ് ഏത് ഉത്ഭവിച്ചത്, നീർത്തടത്തിന്റെ ഇംഗ്ലീഷ് പദമായ വാട്ടർ ഷെഡ് എന്നുള്ളത്. നീർത്തടത്തിന്റെ ഇംഗ്ലീഷ് വാക്കാണ് ഏത്, വാട്ടർ ഷെഡ് അല്ലേ, വാട്ടർ ഷെഡ്. ഓക്കെ ഓക്കെ, അപ്പോൾ ജർമ്മൻ ഭാഷയിലുള്ള വാസർഷീദ് എന്ന, ഏത് ഭാഷ, ജർമ്മൻ ഭാഷയിലെ വാസർഷീദ് എന്ന പദത്തിൽ നിന്നാണ് നീർത്തടത്തിന്റെ ഇംഗ്ലീഷ് പദമായിട്ടുള്ള വാട്ടർ ഷെഡ് എന്ന പദം ഉണ്ടായത്. എന്താണ് വാട്ടർ ഷെഡിന്റെ കറക്റ്റ് അർത്ഥം? വാസർഷീദ് എന്ന് പറയുമ്പോൾ ജലവിഭജന രേഖ, ജലവിഭജന രേഖ എന്ന അർത്ഥമുള്ള വാസർഷീദ് എന്ന ജർമ്മൻ ഭാഷയിൽ നിന്നും ഉത്ഭവിച്ചതാണ് നമ്മുടെ മലയാള ഭാഷയിലെ നീർത്തടം എന്ന പദം. വർഗീകരണം എങ്ങനെയാണ് ഒരു നീർത്തടത്തിനെ വർഗീകരിക്കുന്നത്? ഒരു നീർത്തടം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കണം, ലക്ഷക്കണക്കിന് വിസ്തൃതിയുള്ള ആമസോൺ നദീതടം മുതൽ, എങ്ങനെയാണ്, ലക്ഷക്കണക്കിന് വിസ്തൃതിയുള്ളതും ആമസോൺ പറയുമ്പോൾ ഏറ്റവും വലിയ അല്ലേ, ഏറ്റവും വലുതാണ്. ആ ആമസോൺ നദീതടം മുതൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ചെറിയ തോട് വരെയും എന്താണ്, ഏതിൽ പെടും, നീർത്തടം എന്ന നിർവചനത്തില് പെടുന്നുണ്ട്. ഓക്കെ, നീർത്തടം പറയുമ്പോൾ ജലസേചനമുള്ളത് അല്ലെ. നീർത്തടം എന്നത് ഏതിലൊക്കെ ഉൾപ്പെടും, ഇന്നത് മാത്രം ആണോ നീർത്തടം എന്ന് പറയുന്നത്? അല്ല. ആമസോൺ മുതൽ ലക്ഷക്കണക്കിന് വിസ്തൃതിയുള്ള എന്താണ്, ആമസോൺ നദീതടം മുതൽ നമ്മുടെ നാട്ടിലെ ചെറിയ തോട് വരെയുള്ളതും എന്തിൽ ഉൾപ്പെടും, നീർത്തടം എന്നതിൽ ഉൾപ്പെടും. ഇനി ഒരു 50,000 ഹെക്ടറിന് മുകളിലാണ് നീർത്തടത്തിന്റെ വിസ്തൃതി എങ്കിൽ അതിനെ വൻ നീർത്തടം
ഉപനീർത്തടം എന്ന് പറയുന്നു. 50,000 ഹെർട്സിന് മുകളിലാണെങ്കിൽ എത്രയാണ്? 50,000 വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ 50,000 ഹെക്ടറിൽ കൂടുതലാണെങ്കിൽ അതിനെ നീർത്തടം എന്നും 10,000-നും 50,000-നും ഇടയിലാണ് ഹെക്ടർ എങ്കിൽ ഉപനീർത്തടം എന്നും 1000 to 10,000 ഹെക്ടർ ആണ് വിസ്തൃതി എങ്കിൽ അതിനെ ലഘുനീർത്തടം എന്നും 100 മുതൽ 1000 വരെ ഹെക്ടർ വിസ്തൃതിയാണ് എങ്കിൽ അതിനെ ചെറുനീർത്തടം എന്നും 1 മുതൽ 100 വരെ ഹെക്ടർ വിസ്തൃതിയിലാണെങ്കിൽ അതിനെ സൂക്ഷ്മനീർത്തടം എന്നും പറയുന്നു. അപ്പൊ എത്ര തരം നീർത്തടങ്ങളുണ്ട്? 4 തരം നീർത്തടങ്ങളുണ്ട് അല്ലെ? ഒന്ന് ഉപനീർത്തടം, ലഘുനീർത്തടം, പിന്നെ ചെറുനീർത്തടം, പിന്നെ സൂക്ഷ്മ നീർത്തടം. ഉപനീർത്തടത്തിലാണെങ്കിൽ 10,000 മുതൽ 50,000 ഹെക്ടർ വിസ്തൃതിയുള്ളത്, അതായത് 5 നീർത്തടങ്ങളുണ്ട്. വൻ നീർത്തടം എത്രയാണ്? 50,000 ഹെക്ടറിന് മുകളിലാണ് വൻ നീർത്തടം. അതിന്റെ തൊട്ട് താഴെ ഉപനീർത്തടം 10,000 to 50,000-ന്റെ ഉള്ളില്. ഇനി 1000 മുതൽ 10,000 വരെയാണെങ്കിൽ ലഘുനീർത്തടം, 100 മുതൽ 1000 ഹെക്ടർ വിസ്തൃതിയിലാണെങ്കിൽ ചെറുനീർത്തടം, 1 മുതൽ 100 ഹെക്ടർ വിസ്തൃതിയിലാണെങ്കിൽ അതിനെ സൂക്ഷ്മനീർത്തടം എന്നും പറയും. ഇനി നമ്മൾ നീർത്തടത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. എന്താണ്? അതായത് ഓരോ നീർത്തടവും എന്തായിരിക്കും? നീർവര എന്താണ്? വെള്ളം ട്ടോ. ഓരോ നീർത്തടവും എങ്ങനെയായിരിക്കും? മണ്ണ് കൊണ്ടും, മനസ്സിലാക്കുക, മണ്ണ്, വെള്ളം, ജൈവസമ്പത്ത്. മണ്ണ്, വെള്ളം, ജൈവസമ്പത്ത് എന്നിവ കൊണ്ട് പരസ്പര ബന്ധിതമായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇത് ഓരോ നീർത്തടവും എന്ന് പറഞ്ഞത്. മണ്ണ്, വെള്ളം, ജൈവസമ്പത്ത് എന്നിവ കൊണ്ട് പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഓരോ നീർത്തടവും നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ. ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭരിക്കപ്പെടുന്ന ജലം, അതായത് ഇപ്പൊ ഭൂമിയുടെ ഉപരിതലം, മേൽഭാഗത്ത് അല്ലെ, ഉപരിതല ജലവിഭവം. ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭരിക്കപ്പെടുന്ന ജലമാണ് ഏത്? ഉപരിതല ജലവിഭവം. മേലെ കാണപ്പെടുന്നത് നമുക്ക് ഏതൊക്കെ കാണാൻ കഴിയും? നമ്മുടെ നാട്ടിൻപുറങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചേ. ഉപരിതല ജലവിഭവത്തിൽ ഏതൊക്കെയാണ്? നദികൾ അല്ലെ, നദികള്. മേൽക്കൂടെ നമുക്ക് വെള്ളം കാണാൻ കഴിയുന്നില്ല, ഭൂമിയുടെ ഉപരിതലത്തിലൂടെ അല്ലേ ഒഴുകുന്നത്, അടിയിൽ കൂടെയാണോ? അല്ല അല്ലെ. നദികള്, പിന്നെ തടാകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? നദികൾ, തടാകങ്ങൾ, പിന്നെ സമുദ്രങ്ങൾ, ഇതൊക്കെ എന്താണ്? ഉപരിതല ജലസ്രോതസ്സുകളാണ്. ഇനി ഭൂഗർഭജലം, ഇതൊക്കെ വാക്കിൽ തന്നെ ഉണ്ട്. ഈ വാക്കിൽ നിന്ന് എടുക്കുന്നതൊന്നും പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഭൂഗർഭജലം അപ്പൊ എങ്ങനെയായിരിക്കും? ഭൂമിക്ക് അടിയിലായിരിക്കില്ലേ? ഭൂമിക്ക് അടിയിലായിരിക്കും ഈ ജലങ്ങൾ. അത് ഏതൊക്കെ വരും? കിണറ്, ഓക്കെ, കിണറ്, പിന്നെ കുഴൽ കിണറ്, കുഴൽ കിണറ്, കുളം, ഇതൊക്കെ എന്താണ്? ഭൂഗർഭ ജലങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി എന്താണ് ജലപീഠം എന്ന് പറയുന്നത്? നമ്മുടെ ഭൂമിക്ക് അടിയിൽ, എവിടെയാണ്? ഭൂമിക്ക് അടിയിലാണ് കേട്ടോ. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ്. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം. അപ്പൊ നമ്മളൊരു കിണറുണ്ട് അല്ലെ, കിണർ എന്ന് പറയുമ്പോൾ ഭൂഗർഭ ജലത്തിന് ഉദാഹരണം. ആ കിണറിന്റെ നമ്മൾ കിണറിലേക്ക് എത്തി നോക്കാറില്ലേ? കിണറിലേക്ക് എത്തി നോക്കുമ്പോൾ നമുക്ക് ജലം കാണാറില്ലേ? ജലം നമുക്ക് ഇവിടുന്ന് കാണില്ലേ? ആ മേൽഭാഗം കാണും, ഉൾഭാഗം കാണോ? ഇല്ല. അതെ. പക്ഷെ നമുക്ക് മേൽഭാഗം കാണുമ്പോൾ തെളിഞ്ഞ വെള്ള സമയത്ത്, ഉച്ച സമയത്തൊക്കെ നോക്കുമ്പോൾ ഉള്ളിൽ നമുക്ക് കുറച്ച് കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും ഇല്ലേ? ആ ഉള്ളിൽ ആ മേൽഭാഗത്തിന് പറയുന്നതാണ് എന്ത്? ജലപീഠം എന്ന് പറയുന്നത്. ഇനി നീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രം. നീർത്തടങ്ങളെ വികസിപ്പിക്കാനും അതുമായിട്ട് അവരെ പരിപാലിക്കാനും ഒക്കെ ഉള്ള ഒരു പരിശീലന കേന്ദ്രമാണ് ഏത്? IWDMK. ഓക്കെ, IWDMK, അതായത് നീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലം. 2011 ഇത് സ്ഥാപിതമായത്. ഈ വികസന പരിപാലന പരിശീലന കേന്ദ്രമാണ് ഓരോ തണ്ണീർത്തടങ്ങളെയൊക്കെ സംരക്ഷിച്ചു വരുന്നതും. ഇന്ന് നമ്മുടെ നമ്മുടെ ഏതാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കാണുന്ന എല്ലാ സന്തുലിത അല്ലെ പരിസ്ഥിതിയെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ കടമയാണ് അല്ലെ. അങ്ങനെ അതിനു വേണ്ടിയിട്ട് തണ്ണീർത്തടങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന കേന്ദ്രമാണ് ഇത് ചടയമംഗലത്ത് നിലവിൽ വന്നത്. IWDMK ചോദിക്കും ട്ടോ. എവിടെയാണ്? ചടയമംഗലത്താണ്. ആസ്ഥാനം നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 2011. മറക്കരുത്, 2011. ഇനി എന്തൊക്കെയാണ്
ഈ നീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രം ഇവരെന്തൊക്കെയാണ് ഈ ചെയ്യുക? പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുക, പിന്നെയോ ശാസ്ത്രീയമായിട്ടുള്ള മണ്ണ് ജലം അവയൊക്കെ സംരക്ഷിക്കുക, പിന്നെ പരിശീലന പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ട് നടപ്പിലാക്കുക. ഇതിനൊക്കെ വേണ്ടി ഇതാണ് ആര് ചെയ്യുന്നത്? നീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രം നിലവിൽ വന്നത്. എവിടെ? ചടയമംഗലത്ത്. ഇനി നമ്മൾ 2018 പ്രളയം നടന്നു അല്ലേ? ആ 2018 പ്രളയം നടക്കുന്ന സമയത്ത് കേരളത്തെ പുനർനിർമ്മിക്കുക എന്ന പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി പ്രാപ്തി വികസന പ്രവർത്തനങ്ങളാണ് 2018 പ്രളയ സമയത്ത് ഈ നീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട്. ഓക്കെ, നീർത്തടങ്ങളുടെ വികസനവും മണ്ണ് ജലം എന്നിവയൊക്കെ സംരക്ഷിക്കുക, പുതുതലമുറയെ ബോധവൽക്കരിക്കുക, വിവിധ ജില്ലകളിലൊക്കെ പരിശീലന പരിപാടികൾ കൊണ്ടുവരിക, പിന്നെ ഇതങ്ങനെ എന്ത് ചെയ്യണം, എന്നിട്ട് ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകം പരിശീലനങ്ങൾ കൊടുക്കുക. ഇതൊക്കെ ആര് ചെയ്യുന്നുണ്ട്? നീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രം ചെയ്തു വരുന്നുണ്ട്. ഇനി എന്താണ് മഴവെള്ളക്കൊയ്ത്ത്? എന്താണ് മഴവെള്ളക്കൊയ്ത്ത്? ഭൂഗർഭജല സ്രോതസ്സുകളെ സമ്പുഷ്ടമാക്കാനുള്ള ഒരു മാർഗമാണ് ഭൂഗർഭജല. ഏതാണ് ഭൂഗർഭജലത്തിന് ഉദാഹരണം ഇവിടെ പഠിച്ചത്? കിണറ്, കുഴൽക്കിണറ്, കുളം അല്ലേ? ഈ സ്രോതസ്സുകളെ എന്ത് ചെയ്യാണ്? സമ്പുഷ്ടമാക്കാൻ, ഭൂഗർഭജല സ്രോതസ്സുകളെ സമ്പുഷ്ടമാക്കാനുള്ള ഒരു മാർഗമാണ് മഴവെള്ളക്കൊയ്ത്ത് എന്ന് പറയുന്നത്. വീട് നിർമ്മിക്കുമ്പോൾ, ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അവിടെ എന്ത് ചെയ്യണം? ഒരു മഴവെള്ള സംഭരണി നിർബന്ധമാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. ഓക്കെ, ഒരു വീട് കെട്ടുന്നുണ്ടെങ്കിൽ തൊട്ട് മഴവെള്ളം സംഭരിക്കാനുള്ള ഒരു സംഭരണിയും കൂടി കാണേണ്ടത് നിർബന്ധമാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. ഗ്രൗണ്ട് വാട്ടർ ആക്ട് കൊണ്ടുവന്നത് 2020 ഉത്തർപ്രദേശാണ്. ഗ്രൗണ്ട് വാട്ടർ ആക്ട് പാസ്സാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രൗണ്ട് വാട്ടർ ആക്ട്? അതും ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭൂഗർഭ ജലനിരപ്പ്. അപ്പൊ എന്തൊക്കെ മനസ്സിലായി? ഭൂഗർഭ ജല സ്രോതസ്സുകളെ സമ്പുഷ്ടമാക്കാനാണ് മഴവെള്ളക്കൊയ്ത്ത് പരിപാടി കൊണ്ടുവന്നത്. മഴവെള്ള സംഭരണി നിർബന്ധമാക്കിയ സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. ഗ്രൗണ്ട് വാട്ടർ ആക്ട് എന്തിനു വേണ്ടിയിട്ട് വന്നു? ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 ഏത് സംസ്ഥാനം? ഉത്തർപ്രദേശ് സംസ്ഥാനം പാസ്സാക്കുന്നത്, ഗ്രൗണ്ട് വാട്ടർ ആക്ട് കൊണ്ടുവരുന്നത് ട്ടോ. ഈ ഒരു വർഷം നോട്ട് ചെയ്യണം. 2017 ഇന്ത്യയിൽ കേരളത്തിലല്ല, ഇന്ത്യയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2017 പഠിക്കണം. എന്താണ് തണ്ണീർത്തടം? ഇനി നമുക്ക് പഠിക്കുന്നത് തണ്ണീർത്തടത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ റംസാർ കൺവെൻഷൻ കേട്ടിട്ടുണ്ട് അല്ലേ? തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഇതാണ്. ഏത്? തണ്ണീർത്തടം, അതായത് റംസാർ കൺവെൻഷൻ. എന്താണ് ഈ റംസാർ കൺവെൻഷന്റെ നിർവചനം അനുസരിച്ചിട്ട് ഒരു തണ്ണീർത്തടം എന്ന് പറയുന്നത്? പ്രകൃതിദത്തമായതോ, എങ്ങനെയാണ്? ഒന്നുമില്ലെങ്കിൽ പ്രകൃതിദത്തമായത്, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതം. പ്രകൃതിദത്തം, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതം, അല്ലെങ്കിൽ സ്വയം ഉണ്ടായത് അല്ലെ, സ്ഥായിയായതോ, എങ്കിൽ താൽക്കാലികമായതോ, അല്ലെങ്കിൽ ശുദ്ധമായതോ, ഉപ്പ് കലർന്നതോ ആയ വെള്ളക്കെട്ടുള്ള ചതുപ്പ് പ്രദേശങ്ങൾ, പീറ്റ്ലാൻഡ് എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ എന്തറിയപ്പെടുന്നു? തണ്ണീർത്തടങ്ങൾ എന്നറിയപ്പെടുന്നു. റംസാർ കൺവെൻഷന്റെ നിർവചനം അനുസരിച്ച് തണ്ണീർത്തടം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പ്രകൃതിദത്തമായത്, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതം, അല്ലെങ്കിൽ സ്ഥായിയായത്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളത്, അല്ലെങ്കിൽ ശുദ്ധജലം, അല്ലെങ്കിൽ ഉപ്പ് കലർന്നത് ആയ വെള്ളക്കെട്ടുള്ള ഇവിടെയൊക്കെ എന്തായിരിക്കും? വെള്ളമായിരിക്കും അല്ലേ? അങ്ങനെയുള്ള ചതുപ്പ് പ്രദേശങ്ങള്, പീറ്റ്ലാൻഡ് എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളെയാണ് തണ്ണീർത്തടങ്ങളായിട്ട് നിർവചിക്കുന്നത്? റംസാർ സൈറ്റ്. ഓക്കെ, ഇനി
തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെ ഉൾപ്പെടും? തണ്ണീർത്തടം എന്ന് പറയുമ്പോൾ കായലുകൾ വരും, വയലുകൾ വരും, അഴിമുഖങ്ങള്, ചേറ്റുപ്രദേശങ്ങള്, കടലോര കായലുകള്, പിന്നെ കണ്ടൽ കാടുകള്, ചതുപ്പ് നിലങ്ങള്, ചതുപ്പിലെ കാടുകള്, ഇതൊക്കെ എന്താണ്? തണ്ണീർത്തടങ്ങളായിട്ട് വരും. കായലുകൾ, വയലുകൾ, അഴിമുഖങ്ങൾ, ചേറ്റുപ്രദേശങ്ങൾ, കടലോര കായലുകൾ, കണ്ടൽ കാടുകൾ, ചതുപ്പ് നിലങ്ങൾ, ചതുപ്പിലെ കാടുകൾ, ഇതൊക്കെ എന്താണ്? തണ്ണീർത്തടമായിട്ട് വരും. ഇനി തണ്ണീർത്തടങ്ങളെയും അതുപോലെ തണ്ണീർത്തടങ്ങളിലുള്ള വിഭവങ്ങളെയും ഒക്കെ സംരക്ഷിക്കാനും അങ്ങനെ വിവേകപൂർവമായിട്ടുള്ള വിനിയോഗത്തിനും വേണ്ടിയിട്ട് നിലവിൽ വന്നതാണ് ഏത് ഉടമ്പടി? റംസാർ ഉടമ്പടി. റംസാർ ഉടമ്പടി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാനും തണ്ണീർത്തട വിഭവങ്ങളെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് 1971 ഓക്കെ 1971 റംസാർ ഉടമ്പടി നിലവിൽ വന്നു. റംസാർ ഉടമ്പടി എവിടെ വെച്ചിട്ടായിരുന്നു? ഇറാനിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ റംസാർ ഉടമ്പടി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് ഏത്? റംസാർ ഉടമ്പടി. റംസാർ ഉടമ്പടി 1971 ഇറാനിൽ വെച്ച് നടന്നു. ആ നിലവിൽ വന്നത് എപ്പോഴാണ്? 1975 ഡിസംബർ മാസം 21 71 ഇറാനിൽ അന്താരാഷ്ട്ര തലത്തിൽ റംസാർ ഉടമ്പടി തീരുമാനിക്കുകയും 1975 ഡിസംബർ 21 എന്ത് ചെയ്തു? നിലവിൽ വരികയും ചെയ്തു. പക്ഷെ നമ്മുടെ ഇന്ത്യ ആ റംസാർ കൺവെൻഷനിലെ അംഗമായത് എപ്പോഴാണ്? ഉടമ്പടിയില് 1982 ഫെബ്രുവരി മാസം 1 ഇന്ത്യ അംഗമായത്. ഓരോ വർഷത്തിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് നമ്മൾ 4 വർഷങ്ങൾ പഠിച്ചു. 2011 നീർത്തട പരിശീലന കേന്ദ്രത്തിലെ ചടയമംഗലത്ത് വന്നു. 2011 2017 ഇന്ത്യയിലെ തണ്ണീർത്തട സംരക്ഷണം നിലവിൽ വന്നത് എന്ന് പറഞ്ഞു. 1971 റംസാർ ഉടമ്പടി എന്ന് പറഞ്ഞു. 4 വർഷം കഴിഞ്ഞ ശേഷം 75 നിലവിൽ വന്നത് എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും 7 വർഷം കഴിഞ്ഞ്, ഇവിടെ 5 വർഷം കഴിഞ്ഞ്, വീണ്ടും ഇവിടെ 7 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ഈ റംസാർ ഉടമ്പടിയിൽ അംഗമാകുന്നത്. റംസാർ കൺവെൻഷനിൽ അംഗമായത് എപ്പോഴാണ്? 1982 ഫെബ്രുവരി മാസം 1 ഇനി തണ്ണീർത്തടം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടം. നമ്മൾ ഭൂഗർഭജലം, ഉപരിതല ജലം പറഞ്ഞു, ജലപീഠം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ നേരത്തെ മഴവെള്ള കൊയ്ത്ത് പഠിച്ചു. അതൊക്കെ എന്താണ്? ഭൂഗർഭജലങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ചോദ്യം വരും. മഴവെള്ള കൊയ്ത്ത് എന്ന പരിധി കൊണ്ടുവന്നത് ഏത് ജലസംഭരണികളെ സംരക്ഷിക്കാനാണ്? ഉപരിതല ജലവിഭാഗം, ജലപീഠം, ഭൂഗർഭജലം എന്നൊക്കെ ഓപ്ഷൻ വരുമ്പോൾ അവിടെ നമ്മൾ കണക്കാക്കണം ഭൂഗർഭജലമാണ് അല്ലേ. ഇനി ഇവിടെ ഈ തണ്ണീർത്തടം പറയുന്നത് എന്തിനാണ്? ഉപരിതല ജലമാണ് കേട്ടോ. ഉപരിതല നമ്മൾ പറഞ്ഞില്ലേ, പുഴകളും കായലുകളും സമുദ്രങ്ങളും നദികളൊക്കെ പറഞ്ഞു അല്ലേ. ആ ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടമാണ് ഏത്? തണ്ണീർത്തടം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ പ്രകൃതിയിലെ സ്വാഭാവികമായിട്ടുള്ള ജലസംഭരണി കൂടിയിട്ടാണ് ഏത്? പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണിയാണ് തണ്ണീർത്തടം. തണ്ണീർത്തടങ്ങളെ ഭൂമിയുടെ വൃക്കകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭൂമിയുടെ വൃക്കകൾ ഒക്കെ പ്രീവിയസ് ആണ് കേട്ടോ. ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഏതിനെ? തണ്ണീർത്തടത്തിനെ വിശേഷിപ്പിക്കുന്നു. ഇവിടെ ഉണ്ട് അല്ലേ, സോറി കേട്ടോ, ഇവിടെ എഴുതിപ്പോയി. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടമാണ് തണ്ണീർത്തടം. അപ്പൊ നിങ്ങൾ തണ്ണീർത്തടം എന്താണെന്ന് പഠിക്കണം. 2017 ഇന്ത്യയിലെ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് പഠിക്കണം. 1971 റംസാർ ഉടമ്പടി ഇറാനിൽ വെച്ച് നടന്നു. 75 ഡിസംബർ 21 റംസാർ ഉടമ്പടി നിലവിൽ വന്നത്. 82 ഫെബ്രുവരി 1 ഇന്ത്യ അംഗമായത്. അങ്ങനെ ഫെബ്രുവരി 1 ശേഷം ഫെബ്രുവരി 2 എന്താക്കി? നമ്മുടെ തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി അല്ലേ. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടമാണ്. സ്വാഭാവിക ജലസംഭരണികളാണ്, പ്രകൃതിദത്തമായിട്ടുള്ള സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടം. പിന്നെ ഉപരിതല ജലം നോട്ട് ചെയ്യണം കേട്ടോ. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടമാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നു. പഠിച്ചു അല്ലേ. 1997 മുതലാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം ചോദിക്കാറുണ്ട്. 1997 മുതലാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ പ്രദേശത്തും എന്തുണ്ട്? തണ്ണീർത്തടങ്ങളുണ്ട്. അപ്പൊ തണ്ണീർത്തടങ്ങൾ ഇല്ലാത്ത ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ അന്റാർട്ടിക്കയാണ് കേട്ടോ. അന്റാർട്ടിക്ക ഒഴികെയുള്ള ഏത് ഭൂഖണ്ഡത്തിലാണ് തണ്ണീർത്തടം ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ അന്റാർട്ടിക്കയിൽ ഇല്ല. അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും എന്തുണ്ട്? തണ്ണീർത്തടങ്ങൾ കാണപ്പെടുന്നുണ്ട്.
ഇനി ഈ റംസാർ ഉടമ്പടി പ്രകാരം തണ്ണീർത്തടങ്ങളെ 3 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. റംസാർ ഉടമ്പടി പ്രകാരം തണ്ണീർത്തടങ്ങളെ 3 ആക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഏതാണ്? സമുദ്ര തീരപ്രദേശത്തുള്ളവ, സമുദ്ര പ്രദേശത്തുള്ളവ അല്ലെങ്കിൽ തീരപ്രദേശത്തുള്ളവ. പിന്നെ ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ, ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ, മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ. സമുദ്ര തീരപ്രദേശത്തുള്ളവ, ഉൾനാടൻ തണ്ണീർത്തടങ്ങള്, മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ. ഇങ്ങനെ 3 ആക്കിയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇനി എന്താണ് റംസാർ സൈറ്റ് എന്ന് പഠിക്കാം അല്ലെ. നമ്മുടെ റംസാർ സൈറ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 11 2022 ഓക്കെ 2022 ഓഗസ്റ്റില് കണക്ക് പ്രകാരം ഓഗസ്റ്റില് എന്ത് ചെയ്തിട്ടുണ്ട്? 11 പുതിയ റംസാർ സൈറ്റുകൾ നിലവിൽ വന്നിട്ടുണ്ട്. 11 റംസാർ സൈറ്റുകൾ പുതിയതായിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. തമ്പാരക ലേക്ക്, ഒഡീഷ, ഹിരാക്കുഡ് റിസർവോയർ, പിന്നെ അൻസുഭ ലേക്ക്, യശ്വന്ത് സാഗർ, പിന്നെ ചിത്രംഗുഡി, സുചീന്ദ്രം തേരൂര്, പിന്നെ വടുവൂർ ബേർഡ് സാങ്ച്വറി, കാഞ്ഞിരംകുളം ബേർഡ് സാങ്ച്വറി തമിഴ്നാട്, താനെ ക്രീക്ക് മഹാരാഷ്ട്രയിലെ താനെ ക്രീക്ക്, ഹൈജാം വെറ്റ്ലാൻഡ്, ഷാൾബുക്ക് വെറ്റ്ലാൻഡ്, ഇതൊക്കെ എന്താണ്? ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള റംസാർ സൈറ്റുകളാണ്. ടോട്ടൽ എത്രയാണ്? 75. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലൊരു സംശയമുണ്ട്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എത്ര നമ്മുടെ ഇന്ത്യയിൽ എത്ര റംസാർ സൈറ്റ് ഉണ്ട് ചോദിച്ചാൽ 2022 ഓഗസ്റ്റിലെ കണക്ക് പ്രകാരം 75ആണ്. കറണ്ട് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് അതിൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രേണുക തടാകമാണ് ഹിമാചൽ പ്രദേശിലെ. റംസാർ സൈറ്റ് അല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. രേണുക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹിമാചൽ പ്രദേശിലാണ്. അപ്പൊ റംസാർ സൈറ്റിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ഏതാണ്? രേണുക തടാകം, ഹിമാചൽ പ്രദേശ്. ഇനി ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത്. കേരളത്തിൽ എത്ര ഉണ്ട്? 3 ഉണ്ട്. വേമ്പനാട്ട് കായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട കായൽ. തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏത് ചോദിച്ചാൽ പാൻറ്റനാൽ, അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണ്? പാൻറ്റനാലാണ്, അമേരിക്കയിലാണ്. ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനാണ്. ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള രാജ്യം ചോദിക്കുമ്പോൾ ബ്രിട്ടനും, ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ തമിഴ്നാടുമാണ്. ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ആണ് രേണുക തടാകം, ഹിമാചൽ പ്രദേശ്. കേരളത്തിൽ 3 ഉണ്ട്. വേമ്പനാട്, ശാസ്താംകോട്ട, അഷ്ടമുടി. തണ്ണീർത്തടങ്ങളുടെ കവാടമാണ് അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടമാണ് ഏത്? വേമ്പനാട്ട് കായല്. പഠിച്ചല്ലോ. ഇനി തണ്ണീർത്തടങ്ങളുടെ കവാടം അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ലോകത്തിലെ ഏറ്റവും ഏതാണ്? പാൻറ്റനാലാണ്, അമേരിക്കയിലുള്ളത്. ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനാണ്. മറക്കരുത്. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഈ തണ്ണീർത്തടം കൊണ്ടുള്ള സേവനങ്ങൾ? തണ്ണീർത്തടം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഭൂഗർഭജല വിതരണം ഉയർത്തല്, തീര സംരക്ഷണം, വെള്ളപ്പൊക്ക നിയന്ത്രണം, ജൈവ വൈവിധ്യ കലവറ സൃഷ്ടിക്കുന്നുണ്ട്, തണ്ണീർത്തട വിഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ജലത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നുണ്ട്, സസ്യജന്തുജാലങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നുണ്ട്. ഇതൊക്കെ എന്താണ് നമുക്ക് നൽകുന്ന സേവനം. ഇനി കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി, കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 2015 മെയ് മാസം 25-നാണ്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 2015 മെയ് മാസം 25-നാണ്. എന്തിനാണ് ഈ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നിരിക്കുന്നത്? നമ്മുടെ കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കാണ്. സമഗ്രമായിട്ട്, അതായത് മൊത്തത്തില് അവയെ സംരക്ഷിച്ച് പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്വയംഭരണ അതോറിറ്റി ആയിട്ട് 2015 മെയ് 25-ന് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്. പഠിച്ചു അല്ലേ? ഇനി എന്തൊക്കെയായിരിക്കും ഈ തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ? എന്തൊക്കെ ലക്ഷ്യങ്ങളായിരിക്കും? നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും. പ്രകൃതിക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളായിരിക്കും. തണ്ണീർത്തടങ്ങളുടെ ജൈവ വൈവിധ്യവും പരിസ്ഥിതിയും പരിപാലിക്കുക, സംരക്ഷിക്കുക ചെയ്യുക. തണ്ണീർത്തടങ്ങളെ എന്ത് ചെയ്യണം? ജൈവ വൈവിധ്യമാക്കണം.
ജൈവ വൈവിധ്യമാക്കണം. പിന്നെ പരിസ്ഥിതിയെ എന്ത് ചെയ്യണം? പരിപാലിക്കാനും സംരക്ഷിക്കുക. ഇതൊക്കെ എന്താണ്? ഒരു ലക്ഷ്യമായിട്ട് വരുന്നതാണ്. പിന്നെ തണ്ണീർത്തടങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്ന പ്രവൃത്തികളെയൊക്കെ നിയന്ത്രിക്കുക. അതൊക്കെ രണ്ടാമത്തെ ലക്ഷ്യമാണ്. തണ്ണീർത്തടങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുകയും തടയുകയും ചെയ്യുക. മൂന്നാമത് എന്താണ്? സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും പോളിസികളൊക്കെ തയ്യാറാക്കുക. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ആഘാതമായിട്ടുള്ള പഠനങ്ങൾ നടത്തുക. ഇതൊക്കെ ആരുടെ ചുമതലയാണ്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചുമതലകളാണ്. തണ്ണീർത്തടങ്ങളുടെ വികസനത്തിനായിട്ട് ദേശീയ കാര്യാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. പിന്നെ ഗുണനിലവാരം ഉറപ്പാക്കുക. തണ്ണീർത്തട പരിസ്ഥിതി ശോഷണം തടയുക. പുതിയ തണ്ണീർത്തടങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നതിനായിട്ട് സർക്കാരിനെ സഹായിക്കുക. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 2022 ഓഗസ്റ്റ് 11 പുതിയ തണ്ണീർത്തടങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യണം? പുതിയ തണ്ണീർത്തടങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നതിനായിട്ട് സർക്കാരിനെ സഹായിക്കണം. പിന്നെ ഈ തണ്ണീർത്തടങ്ങളുടെ അതിർത്തിയും അതുപോലെ വൃഷ്ടിപ്രദേശം എന്നിവ സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുക. തണ്ണീർത്തട പരിപാലനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഇതിന്റെ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളാണ്. പുതിയ തണ്ണീർത്തടങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നതിനായിട്ട് സർക്കാരിനെ സഹായിക്കുക. തണ്ണീർത്തടങ്ങളുടെ അതിർത്തി, വൃഷ്ടിപ്രദേശം എന്നിവ സംബന്ധിച്ച തർക്കം പരിഹരിക്കുക. ഇതൊക്കെ ഇതിന്റെ ലക്ഷ്യമാണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. എന്തൊക്കെയാണ്? 2015 മെയ് 25 നിലവിൽ വന്ന കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ലക്ഷ്യങ്ങള്: തണ്ണീർത്തടങ്ങളുടെ ജൈവ വൈവിധ്യവും പരിസ്ഥിതിയും പരിപാലിക്കുക, സംരക്ഷിക്കുക. തണ്ണീർത്തടങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്ന പ്രവൃത്തികളെ നിയന്ത്രിക്കുക, തടയുക. പിന്നെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും പോളിസി രൂപരേഖകളൊക്കെ തയ്യാറാക്കുക. പരിസ്ഥിതി ആഘാത പഠനങ്ങളൊക്കെ നടത്തുക. തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ തടയുന്നതിന് വേണ്ട മേൽനോട്ടങ്ങൾക്ക് വഹിക്കുക. തണ്ണീർത്തടങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ദേശീയ കാര്യാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. അവയുടെ ഗുണനിലവാരങ്ങൾ ഉയർത്തണം. തണ്ണീർത്തട പരിസ്ഥിതി ശോഷണം തടയണം. പുതിയ തണ്ണീർത്തടങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിനെ സഹായിക്കണം. ഇതൊക്കെ എന്താണ്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇനി 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നമ്മൾ അവിടെ പഠിച്ചു. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. 2015 എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ എപ്പോഴാണ്? 2017. ഇതെന്താണ്? നെൽവയലാണ് കേട്ടോ. കൂടെ നെൽവയൽ എന്ന് നോട്ട് ചെയ്യണം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് ആണ് 2008. ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. 2008 ഓഗസ്റ്റ് 12 നിലവിൽ വന്നത്. ദ കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2002 ഓഗസ്റ്റ് 12 നിലവിൽ വന്നു. ഏത് ആക്ട് പ്രകാരം? 2018 29ാം ആക്ട് പ്രകാരമാണ് 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തത്. 2018 29ാം ആക്ട് പ്രകാരമാണ് 2008 ഓഗസ്റ്റ് 12 നിലവിൽ വന്ന തണ്ണീർത്തട സംരക്ഷണം ഭേദഗതി ചെയ്തത്. അപ്പം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 12 വീണ്ടും 10 വർഷം കഴിഞ്ഞു. അതേ ഇതിൽ 8 എന്ന് വന്നിട്ടുണ്ട് അല്ലെ. 2018 29ാമത്തെ ആക്ട്, മറക്കരുത് 29ാമത്തെ ആക്ട് പ്രകാരം ഇതിനെ എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. മനസ്സിലാക്കണം. ഇനി നെൽവയലുകളും അതുപോലെ തണ്ണീർത്തടങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് നിയമം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണ്. നെൽവയൽ സംരക്ഷിക്കാനും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി കൊണ്ടുവന്നതും ഇതൊക്കെ ആദ്യം കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ കേരള സംസ്ഥാനമാണ്. ഇനി ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് പ്രകാരം കുറെ നിർവചനങ്ങളുണ്ട് അല്ലെ. എന്താണ്? ഓരോ നിർവചനങ്ങളുണ്ട്. അതില് നെൽവയൽ അതിന് എന്താണ് നിർവചനം കൊടുത്തിരിക്കുന്നത്? നമ്മുടെ കേരള സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്താണ്? നെൽകൃഷി ചെയ്യണം.
വർഷത്തില് ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്തിരിക്കണം. പിന്നെയോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നെൽകൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ചെയ്യാതെ തരിശിട്ടിരിക്കുന്നതുമായ എല്ലാത്തരം നിലവും എന്താണ് ഈ നെൽവയൽ എന്ന അർത്ഥത്തില് നിർവചിച്ചിട്ടുണ്ട്. ഇത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട്. ഇനി അതിൽ തന്നെ പാടശേഖര സമിതി ഉണ്ട്. അതിനെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? അടുത്ത നെൽവയലിനെ നിർവചിച്ചിട്ടുണ്ട്. രണ്ടാമത് പാടശേഖര സമിതി. നെല്ലിന്റെയും അതുപോലെ ഈ അനുബന്ധ വിളകളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ട് തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കർഷക സംഘടനയാണ് ഇത് പാടശേഖര സമിതി എന്ന് പറയുന്നത്. ഇനി രൂപാന്തരപ്പെടുത്തൽ എന്താണ്? ആക്ടിലെ രൂപാന്തരപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് നിർവചിച്ചിരിക്കുന്നത്? അതിൽ ഈ ആക്ടില് നിർവചിച്ച പ്രകാരമുള്ള നെൽവയലോ അല്ലെങ്കിൽ തണ്ണീർത്തടമോ ഏതെങ്കിലും പ്രവൃത്തിയോ തുടർ പ്രവൃത്തികളോ മൂലം സ്ഥിരമായിട്ടും സാധാരണ മാർഗങ്ങളിലൂടെ പൂർവസ്ഥിതിയിൽ ആക്കാൻ സാധ്യമല്ലാത്തതുമായ വിധത്തിൽ രൂപാന്തരപ്പെടുത്തുക എന്ന് അർത്ഥമാക്കുന്നു. ഇനി എന്താണ് തണ്ണീർത്തടം? തണ്ണീർത്തടത്തിന് നിർവചിച്ചിരിക്കുന്നത് മണ്ണ് ജലപൂരിതമാക്കിക്കൊണ്ട് കരപ്രദേശത്തിനും ജലാശയങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതും ജലനിരപ്പ് സാധാരണഗതിയിൽ ഉപരിതലം വരെയോ അതിനോടടുത്തോ ആയിരിക്കുകയോ ആഴം കുറഞ്ഞ ജലത്താൽ മൂടിക്കിടക്കുകയോ അല്ലെങ്കിൽ മന്ദഗതിയിൽ ചലിക്കുകയോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുകയോ ചെയ്യുന്ന ജലത്തിന്റെ സാന്നിധ്യം കൊണ്ട് സവിശേഷമാകുകയോ ചെയ്യുന്ന സ്ഥലമെന്ന് അർത്ഥമാകുന്നു തണ്ണീർത്തടം എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ കായലുകള്, അഴിമുഖങ്ങള്, ചേറ്റുപ്രദേശങ്ങള്, കടലോരക്കായല്, കണ്ടൽക്കാടുകള്, ചതുപ്പ് നിലങ്ങള്, പിന്നെ ചതുപ്പിലെ കാടുകള് എല്ലാം എന്താണ്? നെൽവയലുകളും നദികളും ഉൾപ്പെടാത്തതും ആകുന്നു. ഇതൊക്കെ എന്താണ്? നേരത്തെ പറഞ്ഞതൊക്കെ നമ്മൾ നേരത്തെ ഒരു സ്ലൈഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? തണ്ണീർത്തടത്തിൽ വരുന്നത് ഏതൊക്കെയാണുള്ളത് നമ്മൾ പഠിച്ചു. നെൽവയലും നദികളും എന്താണ്? ഉൾപ്പെടാത്തതുമാകുന്നു. നെൽവയലും നദികളും എന്താണ്? നിർവചനത്തില് തണ്ണീർത്തടത്തില് ഉൾപ്പെടാത്തതും ആകുന്നു. ഇനി വർഷം എന്ന് പറയുന്നത് എന്താണ്? ഒരു മലയാള വർഷം അല്ലെ? വർഷം എന്നാൽ എന്താണ്? ഒരു മലയാള വർഷം എന്നതും എന്താണ്? നിർവചനത്തില് ഉൾപ്പെടുന്നുണ്ട്. ഈ 2008 ആക്ട് പ്രകാരം വകുപ്പ് 5 ഇതിൽ ചെയർമാൻ ഉണ്ടാവും അല്ലെ? ഇതിൽ ഓരോരുത്തരെ നിയമിക്കണം അല്ലെ? കമ്മിറ്റിയിൽ അംഗങ്ങൾ ഉണ്ടാകും. ഈ കമ്മിറ്റിയില് ചെയർമാൻ ഈ ആക്ട് കമ്മിറ്റിയിൽ ചെയർമാൻ ആരാണ്? ഒന്നുമില്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലെയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെയോ അല്ലെങ്കിൽ കോർപ്പറേഷനിലെയോ, ഗ്രാമപഞ്ചായത്തിലാകുമ്പോൾ പ്രസിഡന്റ് അല്ലെ? അങ്ങനെ എന്താണ്? അല്ലെങ്കിൽ മേയർ ആയിരിക്കും ചെയർമാനായിട്ട് വരുന്നത്. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ടിലെ കമ്മിറ്റിയില് ചെയർമാൻ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ നിന്നാണെങ്കിൽ മേയറും. അതിന്റെ കൺവീനർ ആരാണ്? കൃഷി ഓഫീസറാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൺവീനർ കൃഷി ഓഫീസറാണ്. ഇനി വകുപ്പ് 7 വകുപ്പ് 7 പറയുന്നത് റിപ്പോർട്ടിംഗ് ഓഫീസർമാരെ കുറിച്ചിട്ടാണ്. വകുപ്പ് 7 റിപ്പോർട്ടിംഗ് ഓഫീസർ. എന്താണ് റിപ്പോർട്ട് ചെയ്യുക അല്ലെ? തങ്ങളുടെ അധികാരികതയിൽ ഉൾപ്പെട്ട പ്രദേശത്തെയും അതുപോലെ നെൽവയലിനെ സംബന്ധിച്ചിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അവയാണ് റിപ്പോർട്ടിംഗ് ഓഫീസർമാർ എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ടിംഗ് ഓഫീസർമാർ എന്ന് പറയുന്നത് ആരായിരിക്കും? കൃഷി ഓഫീസർമാരായിരിക്കും. ഇനി അതിൽ വകുപ്പ് 23 മനഃപൂർവമായിട്ട് എന്തെങ്കിലും വരുത്തുന്ന വീഴ്ചയുണ്ടല്ലോ, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഏത്? വകുപ്പ് 23. ഈ ആക്ടിലെ വ്യവസ്ഥകളുടെ ലംഘനം സംബന്ധിച്ച റിപ്പോർട്ട് നൽകുന്നതിൽ മനഃപൂർവമായിട്ട് വരുന്ന വീഴ്ച 23-ാം വകുപ്പ് പ്രകാരം എന്താണ്? ശിക്ഷയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. ഇനി വകുപ്പ് 8 വകുപ്പ് 9. ഈ വകുപ്പ് 8
സംസ്ഥാന തലത്തിൽ ഒരു സമിതി രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഒരു ദേശീയ തലത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ സംസ്ഥാന തലത്തിലും വേണമല്ലേ? ദേശീയ തലത്തിലുള്ളവർക്ക് തന്നെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലൊക്കെ നിയന്ത്രിച്ച് വരാൻ പറ്റുമോ? ഇല്ല. ജില്ലാ തലത്തിലുള്ളവർക്ക് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പറ്റുമോ? ഇല്ല അല്ലേ? അങ്ങനെ 3 സ്ഥലത്തും എന്ത് വേണം? സമിതികൾ രൂപീകരിക്കണം. വകുപ്പ് 8 പ്രകാരമാണ് സംസ്ഥാനതല സമിതിയുടെ രൂപീകരണം. സംസ്ഥാനതല സമിതി ഇതിൽ അംഗങ്ങള് ആരൊക്കെയാണ് സംസ്ഥാനതല സമിതിയിലെ അംഗങ്ങളായിട്ട് വരുന്നത്? 1 കാർഷികോൽപാദന കമ്മീഷണറും, 2 ലാൻഡ് റവന്യൂ കമ്മീഷണർ, പിന്നെ 3 പരിസ്ഥിതി മേഖലയിലെ ഒരു വിദഗ്ധൻ, 4 നെൽകൃഷി മേഖലയിലെ ഒരു ശാസ്ത്രജ്ഞനും ആയിരിക്കും. സംസ്ഥാനതല സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? വകുപ്പ് 8 പ്രകാരം 1 കാർഷികോൽപാദന കമ്മീഷണർ, 2 ലാൻഡ് റവന്യൂ കമ്മീഷണർ, 3 പരിസ്ഥിതി മേഖലയിലെ ഒരു വിദഗ്ധൻ, 4 നെൽകൃഷി മേഖലയിലെ ഒരു ശാസ്ത്രജ്ഞൻ. ഇതില് ഈ സംസ്ഥാനതല സമിതിയിലെ കൺവീനർ എപ്പോഴും ആരായിരിക്കും? ഈ കാർഷികോൽപാദന കമ്മീഷണർ ആയിരിക്കും. ഇനി വകുപ്പ് 9 പ്രകാരം ജില്ലാതല സമിതി രൂപീകരിക്കണം. അത് ആരാണ് ജില്ലാ സമിതി രൂപീകരിക്കുന്നത്? ജില്ലാ കളക്ടറാണ്. ഇനി ഈ തണ്ണീർത്തടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ്? ഈ തണ്ണീർത്തടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഓരോ പദ്ധതികൾ വന്നിട്ടുണ്ട് കേട്ടോ. ആ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2003 ഹരിയാലി പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. 2003 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഹരിയാലി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നീർത്തട പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നീർത്തട പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ് 2003 ഹരിയാലി പദ്ധതി. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. ഹരിയാലി പദ്ധതിയുടെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് അല്ലെ? നമ്മൾക്ക് ചോദിച്ചാൽ പറയാം അത് ഹരിയാനയിലാണ് എന്ന് പറയും അല്ലെ? ഹരിയാലി പദ്ധതി എവിടെയെന്ന് വെച്ചാൽ ഹരിയാനയാണ്. അപ്പോൾ ഇത് ഒരു സംസ്ഥാനത്തിന് വേണ്ടി വന്നതല്ല, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. നീരു നീർത്തട പദ്ധതി 2001 ആന്ധ്രാപ്രദേശിൽ വന്നിട്ട്, അതൊക്കെ നീർത്തടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നീരു നീർത്തട പദ്ധതി ആന്ധ്രാപ്രദേശിൽ 2001 നിലവിൽ വന്നു. 2015-2016 കാലഘട്ടത്തിൽ രാജസ്ഥാനിൽ വന്ന നീർത്തട വികസനവുമായി ബന്ധപ്പെട്ട് വന്നതാണ് ജലക്രാന്തി അഭിയാൻ. 2015-16 കാലഘട്ടത്തിൽ രാജസ്ഥാൻ സർക്കാർ കൊണ്ടുവന്നതാണ് ജലക്രാന്തി അഭിയാൻ. അർവാരി പാനി സൻസദ് പദ്ധതി രാജസ്ഥാനിലാണ്. അർവാരി പാനി സൻസദ് ഏത് സംസ്ഥാനമാണ്? രാജസ്ഥാൻ കൊണ്ടുവന്നത്. അതേപോലെ റലേഖാൻ സിദ്ധി മഹാരാഷ്ട്രയിലാണ്. ഇതൊക്കെ റലേഖാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നീർത്തടമായിട്ടൊന്നും നമ്മൾ ഒരു മിനിറ്റ് പോലും ചിന്തിക്കില്ല, ഒരു അംശം പോലും നമ്മൾ ചിന്തിച്ചു പോകില്ല. അത് ഏത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാന്ന് ചോദിച്ചാൽ അല്ലെ? റലേഖാൻ സിദ്ധി മഹാരാഷ്ട്രയിലാണ്. ഈ നീർത്തട വികസന പദ്ധതിയിലൂടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് റലേഖാൻ സിദ്ധി. അഹമ്മദ്നഗർ ജില്ലയിലാണ് കൊണ്ടുവന്നത്, മഹാരാഷ്ട്രയിൽ കേട്ടോ. നല്ല പ്രശസ്തി ആർജിച്ചു ഈ റലേഖാൻ സിദ്ധി എന്ന പദ്ധതി. ഇനി തണ്ണീർത്തടം നമ്മൾ പറഞ്ഞു. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം 97 മുതൽ ആചരിച്ചു വരുന്നു. അതിന് ഓരോ തീം ഉണ്ടാകും അല്ലേ? 2020 കൊണ്ടുവന്ന ഫെബ്രുവരി 2 തീം എന്താണ്? തണ്ണീർത്തടങ്ങളും ജൈവ വൈവിധ്യവും. തണ്ണീർത്തടങ്ങളും ജൈവ വൈവിധ്യവും. 2021 പഠിക്കണം കേട്ടോ. ഈ 4 പഠിക്കണേ. ചിലവർ ചിന്തിക്കും 2022 2023 പോരാ, 2021 20 പഠിച്ചില്ലെങ്കിലും 21 നോട്ട് ചെയ്യാം കേട്ടോ. 20 തണ്ണീർത്തടങ്ങളും ജൈവ വൈവിധ്യവും, 2021 തണ്ണീർത്തടങ്ങളും വെള്ളവും, 2022 തീം മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയിട്ടുള്ള തണ്ണീർത്തടങ്ങളുടെ പ്രവർത്തനം. 2023 തണ്ണീർത്തടത്തിന്റെ പ്രമേയം പുനഃസ്ഥാപനത്തിനുള്ള സമയമായി. ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ. തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി 2023. 2022 മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയിട്ടുള്ള തണ്ണീർത്തടങ്ങളുടെ പ്രവർത്തനം. 2021 തണ്ണീർത്തടങ്ങളും വെള്ളവും, 2020 തണ്ണീർത്തടങ്ങളും ജൈവ വൈവിധ്യവും. ഇതാണ് പ്രമേയം കേട്ടോ. അപ്പം ഇന്ന് ഈ ടോപ്പിക് അതോറിറ്റി നന്നായിട്ട് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്യണം. നമ്മുടെ ചാനലിൽ ഒരുപാട് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗാദി ബോർഡിനും OAക്കും ലാബ് അസിസ്റ്റന്റിനും യൂണിവേഴ്സിറ്റി എൽജിഎസിനും വേരിയസ് എൽജിഎസിനും LDക്കും ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും
ഒക്കെ തയ്യാറാകുന്ന ഒരേ മാനദണ്ഡത്തിലാണ് ഓരോ ക്ലാസ്സുകളും പോകുന്നത്. അല്ലാണ്ട് വേറെ ടോപ്പിക്ക് അല്ലെങ്കിൽ വേറെ വിഷയങ്ങൾക്ക് മറ്റൊന്നുമില്ല. നന്നായി പഠിച്ചു വെക്കുക, ടോപ്പിക്കുകൾ നന്നായി പഠിച്ചു വെച്ചാൽ മാർക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.